നമ്മളിന്ന് ഈ സെക്ഷനിൽ സംസാരിക്കാൻ പോകുന്നത് ഹെൽത്തി പ്രഗ്നൻസിക്ക് പറ്റിയ ഏജ് റേഞ്ചിനെ കുറിച്ചാണ്. അതിനായി നമ്മോടൊപ്പം ഉള്ളത് സാൻജോ ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണയാണ്. വെൽക്കം മാം. മാമിൻ്റെ അഭിപ്രായത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് അനുയോജ്യമായ പ്രായപരിധി എന്താണ്? നമ്മുടെ 20കളിലാണ്, 20 വയസ്സ് മുതൽ 29 വയസ്സ് വരെ. അത് പറയുന്നതിനൊരു കാരണമുണ്ട്. നമ്മൾ ജനിക്കുന്നത് തന്നെ ഒരു ഫിക്സഡ് നമ്പർ ഓഫ് എഗ്ഗും ഉണ്ടായിരിക്കും. അതൊരു 1 lakh, ഒരു മില്യൺസ് ഉണ്ടായിരിക്കാം. അത് നമ്മളൊരു മാസക്കുള്ളി വന്നു, അത് കഴിഞ്ഞിട്ട് എല്ലാ മാസവും നമ്മൾ ബ്ലീഡ് ചെയ്യുന്നുണ്ട്, പീരീഡ്സ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാ മാസവും ഈ ഓരോ എഗ്ഗ് വെച്ചിട്ട് ഇങ്ങനെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളൊരു ഏജ് ഒരു 30-35 ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ എഗ്ഗിൻ്റെ ക്വാളിറ്റി കുറയും. ഓക്കെ, ഒരു 25 ഇയേഴ്സിലുള്ളൊരു എഗ്ഗിൻ്റെ ക്വാളിറ്റി ആയിരിക്കില്ല ഒരു 38 ആയിട്ടുള്ളൊരു പെൺകുട്ടിക്ക് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ എഗ്ഗിൻ്റെ ക്വാളിറ്റിയും കുറയും, പിന്നെ ഇതിൻ്റെ നമ്പർ പെട്ടെന്ന് അതിൻ്റെ ആ റെഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ആക്സിലറേഷൻ ഉണ്ടല്ലോ, ആ റെഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു നമ്പർ അതും പെട്ടെന്ന് അങ്ങോട്ട് കുറഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഒരു സേഫ് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഏജിൻ്റെ റേഞ്ച് 20 മുതൽ 29 പറയുന്നത്. ഈ ചെറുപ്രായത്തിലുള്ള അല്ലെങ്കിൽ ഈ ടീനേജിലുള്ള പ്രഗ്നൻസി എന്തെങ്കിലും ഹെൽത്ത് റിസ്ക് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ടോ? ഉണ്ട്. ടീനേജ് പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ തന്നെ ഒരു കുട്ടി ഒരു 16 വയസ്സ് അല്ലെങ്കിൽ 17 വയസ്സുള്ളൊരു കുട്ടി അമ്മയാവുന്നത് തന്നെ ഒരു ഫാമിലി സപ്പോർട്ട് അവർക്ക് ഭയങ്കര കുറവായിരിക്കും. അവർക്ക് ഹെൽത്ത് ഇഷ്യൂസിനേലും കൂടുതൽ മെൻ്റൽ ഇഷ്യൂസ് ആയിരിക്കും, ഫിസിക്കൽ ഇഷ്യൂസിനേലും കൂടുതൽ. അങ്ങനെ ഹെൽത്ത് എന്ന് പറയുമ്പോൾ മെൻ്റലും ഉണ്ടല്ലോ. അപ്പോൾ ഫിസിക്കൽ ഇഷ്യൂസിനേലും കൂടുതൽ മെൻ്റൽ ഹെൽത്ത് ആയിരിക്കും അവരുടെ ഡൗൺ ആയി പോകുന്നത്. എന്നാൽ ഫാമിലി സപ്പോർട്ടില്ല, പിന്നെ അവരുടെ പഠിക്കുന്ന കാലമായിരിക്കും, അപ്പോൾ പഠിത്തം മുടങ്ങും, പിന്നെ അവർ സോഷ്യലിയും ഇക്കണോമിക്കലിയും കുറച്ച് ഡൗൺവേർഡ് ആവും. ഓക്കെ, പിന്നെ ഇവർക്ക് ഫാമിലി സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഇവർ അത്രയ്ക്ക് നല്ല ഒരു മെൻ്റലിയും ഒക്കെ ഡൗൺ ആയിരിക്കുമ്പോഴത്തേക്കും ആ ഫുഡ് ഇൻടേക്കൊക്കെ ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രഗ്നൻസിയിലൊക്കെ ആണെങ്കിൽ ഒരു കുഞ്ഞിനുള്ള വളർച്ച ഇച്ചിരി കുറയാനും, പിന്നെ ഒരു അമ്മയ്ക്കായാലും ഒരു ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയും ഒരു ഹെൽത്തി ഇതിലായിട്ട് പോകില്ല. പിന്നെ ഈ പ്രീ എക്ലാംസി പോലത്തെ ഹൈപ്പർ ടെൻഷൻ, ഒരു BP-യുടെ അസുഖങ്ങളൊക്കെ കൂടുതലായിട്ട് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പിന്നെ ഇവരുടെ നമ്മുടെ പെൽവിസ്, നമ്മുടെ ഇടുപ്പിൻ്റെ ഭാഗങ്ങൾ കുറച്ച് അണ്ടർ ഡെവലപ്ഡ് ആയിരിക്കും. കാരണം ഇത്ര പ്രായമല്ലേ ഉള്ളൂ. അപ്പോൾ അണ്ടർ ഡെവലപ്ഡ് ആയിരിക്കുമ്പോഴത്തേക്കും ഈ നോർമൽ ഡെലിവറിയുടെ ചാൻസസ് കുറച്ച് കുറവായിരിക്കും. അപ്പോൾ ഇത് കൂടുതലും സിസേറിയൻ സെക്ഷനിലോട്ട് പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതിൽ റിസ്ക് ഉണ്ടെന്നല്ലേ? അതെ. ഓക്കെ, ഈ 40കളിൽ പ്രഗ്നൻസി ആഗ്രഹിക്കുന്നവരുണ്ട്, അവർക്കായിട്ട് എന്ത് അഡ്വൈസാണ് കൊടുക്കുന്നത്? 40കളിൽ ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ എഗ്ഗിൻ്റെ ക്വാളിറ്റി കുറവായിരിക്കും. അപ്പോൾ കൺസീവ് ചെയ്യാൻ ബുദ്ധിമുട്ട് ആയിരിക്കാം ചിലർ കൺസീവ് ആയാൽ തന്നെ അബോർഷൻസിന് ചാൻസസ് കൂടുതലാണ്. പിന്നെ ഈ ക്രോമോസോമൽ അബ്നോർമാലിറ്റീസ് നമ്മുടെ മെറ്റേണൽ ഏജ്, അമ്മയുടെ വയസ്സ് കൂടുന്നതനുസരിച്ച് ഈ ക്രോമോസോമൽ അബ്നോർമാലിറ്റീസിന് ചാൻസസ് കൂടുതലാണ്. അതിന് നമ്മുടെ ഒരു കേസ് സ്റ്റഡിയിൽ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു 30 വയസ്സുള്ള ഒരാൾക്കാണെങ്കിൽ 1000 പ്രഗ്നൻസീസ് അല്ലെങ്കിൽ 1000 ബേബീസിനെ എടുത്തു കഴിയുമ്പോഴത്തേക്കും ഒരാൾക്കായിരിക്കും ഈ ഡൗൺ സിൻഡ്രം പോലത്തെ ജനറ്റിക് അസുഖങ്ങൾ വരുന്നത്. പക്ഷേ അതൊരു ഏജ് ഒരു 45 എത്തുമ്പോഴത്തേക്കും ഒരു 35-40 ഏജ് ആക്കുമ്പോഴത്തേക്കും അതൊരു 100 പേരിൽ ഒരാളായി മാറും. അപ്പോൾ ഒരു 40 വയസ്സിലോട്ട് എത്തിക്കഴിയുമ്പോഴത്തേക്കും 30 പേരിൽ എടുത്തു കഴിയുമ്പോഴത്തേക്കും ഒരു കുട്ടിക്ക് ഒരു ഡൗൺ സിൻഡ്രോം, ക്രോമോസോമൽ അബ്നോർമാലിറ്റീസ് കാണാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ചാൻസസ് വളരെ കൂടുതലാണ്. പിന്നെ പ്രായം കൂടുന്തോറും നമുക്ക് ഈ പ്രഗ്നൻസിയിൽ വരുന്ന ഷുഗറിൻ്റെ അസുഖം, പ്രഷറിൻ്റെ അസുഖം, പിന്നെ ഈ മറുപിള്ള അസോസിയേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ, കാരണം അബ്രപ്ഷ്യോ പ്ലാസൻ്റ എന്ന് പറയും ഒരെണ്ണം. ഒന്ന് ഈ മറുപിള്ള നമ്മുടെ അമ്മയുടെ യൂട്രസിന് സെപ്പറേറ്റ് ആയി പോകുക, അതൊരു മെഡിക്കൽ എമർജൻസിയാണ്. അതുപോലെ മറുപിള്ള താഴെ വന്ന് അറ്റാച്ച് ആകുക, പിന്നെ ഇവരിൽ സിസേറിയൻ സെക്ഷൻ ചാൻസസ് ഭയങ്കര കൂടുതലായിരിക്കും, നോർമൽ ഡെലിവറി കുറവായിരിക്കാൻ ചാൻസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ പ്രായം കൂടുന്തോറും നമ്മുടെ ഹിപ്പ് ജോയിൻസിൻ്റെ ഒക്കെ കുറച്ച് റിജിഡ് ആയിരിക്കും, ഒരു ഫ്രീ ആയിട്ട് അതൊന്ന് സെപ്പറേറ്റ് വെച്ചിട്ട് പാടായിരിക്കും നോർമൽ ഡെലിവറി പ്രോസസ്സിൽ. അപ്പോൾ ഇവരൊക്കെ കൂടുതലും സിസേറിയനിലോട്ട് പോകാൻ ചാൻസസ് ഉണ്ട്. കൺസീവ്ഡ് ആവുന്ന സമയത്ത് മദേഴ്സ് കഴിക്കുന്ന ഹെൽത്തി ഫുഡ്സ് എന്തൊക്കെയാണെന്ന് പറയാമോ? ഹെൽത്തി ഫുഡ്സ് എന്ന് പറയുന്നത് നമുക്ക് പ്രോട്ടീൻ റിച്ച് ഡയറ്റാണ് വേണ്ടത്. പ്രോട്ടീൻ എന്ന് പറയുമ്പോഴത്തേക്ക് മുട്ട, ഇറച്ചി, മീനുകളിലാണെങ്കിൽ omega-3 ഫാറ്റി ആസിഡ്സ് ഉണ്ടാകും, പിന്നെ പാല്, യോഗേർട്ട്,
അപ്പോൾ ഇതിലൊക്കെ കുറച്ച് പ്രോട്ടീൻസും കാൽഷ്യം, വൈറ്റമിൻ ഡി, യോഗത്തിന് വൈറ്റമിൻ ഡി ഒക്കെ ഉണ്ട്. വൈറ്റമിൻ ഡി അങ്ങനത്തെ കുറച്ച് വൈറ്റമിൻസും omega-3 ഫാറ്റി ആസിഡ്സും പ്രോട്ടീൻ മെയിനായിട്ട്. പിന്നെ നമ്മുടെ പയറ്, കടല അതിലൊക്കെയാണ് പ്രോട്ടീൻസ് കൂടുതലുണ്ടാവുക. പിന്നെ നമുക്ക് ഈ ചോറിൻ്റെ അളവ് കുറച്ച് പിടിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഈ കാർബോഹൈഡ്രേറ്റ്സ് നമ്മൾ കൂടുതൽ കഴിക്കുമ്പോഴത്തേക്കും കുഞ്ഞിന് വലിയ ഉപകാരമൊന്നും വരില്ല. അതൊക്കെ നമ്മൾ ഈ കഴിക്കുന്തോറും അത് പോയിട്ട് നമ്മുടെ ബോഡിയിലേക്ക് അവിടെയൊക്കെ ഡെപ്പോസിറ്റായി ഫാറ്റായി മാറും. അമ്മ വണ്ണം വയ്ക്കും, അല്ലാതെ കുഞ്ഞിന് വലിയൊരു ഇതുകൊണ്ട് കാർബോഹൈഡ്രേറ്റ് എടുക്കുന്നതുകൊണ്ട് വലിയ ബെനിഫിറ്റ് വരുന്നില്ല. പ്രോട്ടീനും omega-3 ഫാറ്റി ആസിഡ്സും അയണും കാൽഷ്യം ഒക്കെയാണ് കൂടുതലും വേണ്ടത്. പിന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ചീര പോലുള്ള സാധനങ്ങളൊക്കെയാണ് കൂടുതലും കഴിക്കേണ്ടത്. ഈ ഫുഡ് കഴിക്കുമ്പോൾ കറക്റ്റായിട്ട് ഒരു ടൈം പീരീഡ് നോക്കേണ്ടതായിട്ടുണ്ടോ? അതെ, അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ലൈഫിൽ എങ്ങനെയാണ് 3 നേരം ഭക്ഷണം കഴിക്കും. കറക്റ്റ് രാവിലെ 8 മണിക്ക് കഴിക്കുന്നു, 1 മണിക്ക് കഴിക്കുന്നു, വൈകുന്നേരം 8 മണിയാകുമ്പോൾ കഴിക്കുന്നു. അങ്ങനെ പ്രഗ്നൻസിയിൽ അങ്ങനെയല്ല. നമുക്ക് ഒറ്റയടിക്ക് എല്ലാം കൂടെ കഴിക്കണ്ട. ഈ കുറച്ചായിട്ട് ഇപ്പോൾ രാവിലെ ഒരു 1.5 ഇഡ്ഡലി കഴിക്കുക, എന്താണ് അവർക്ക് പറ്റുന്ന രീതിയിൽ ഒന്ന് കഴിക്കുക. അത് കഴിഞ്ഞിട്ടൊരു 10, 10:30, 11 മണിയാകുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കുക, അല്ലെങ്കിൽ പേരക്ക കഴിക്കുക, അല്ലെങ്കിൽ റോബസ്റ്റോ പഴം കഴിക്കുക. അത് കഴിഞ്ഞിട്ട് 1 മണിയാകുമ്പോഴത്തേക്കും കുറച്ച് ചോറ് കഴിക്കുക, കൂടുതൽ കറികൾ എടുക്കുക, എന്ന് വെച്ചാൽ വെജീസ് ആയിട്ട് എടുക്കുക, മീനുകൾ കൂടുതൽ കഴിക്കുക, ഇറച്ചി കഴിക്കുക, അങ്ങനെയൊക്കെ. പിന്നെ ഒരു 4 മണിയാകുമ്പോഴത്തേക്കും എന്തെങ്കിലും ലൈറ്റായിട്ട് പയറ് മുളപ്പിച്ചോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുക. ഈവനിങ് ആകുമ്പോഴത്തേക്കും, നൈറ്റ് ആകുമ്പോഴത്തേക്കും ഇതുപോലെ വേണം 2 ഗോതമ്പ് ദോശയോ അങ്ങനെ എന്തെങ്കിലും. ചോറായിട്ട് നൈറ്റിൽ കഴിക്കാനായിട്ട് ഞാൻ കൂടുതലും പ്രൊമോട്ട് ചെയ്യില്ല. കാരണം നമ്മൾ രാത്രി ഒന്നും കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല, നമ്മൾ ഉറങ്ങുവാണ്, റെസ്റ്റിംഗ് ടൈമാണ്. പിന്നെ അത്തരം ചോറെന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് അധികം, പിന്നെ കപ്പ പോലത്തെ സാധനങ്ങളൊക്കെ കഴിക്കാം. ഒന്നും കഴിക്കേണ്ടാത്തൊരു ഫുഡില്ല, എല്ലാം കഴിക്കാം. പക്ഷേ എല്ലാം കുറച്ച് അളവ് കൺട്രോൾ ചെയ്ത് കഴിക്കണം. കാരണം ഷുഗറിൻ്റെയൊക്കെ ഈ കപ്പയൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഷുഗറൊക്കെ ഭയങ്കരമായിട്ട് കൂടും. ഇപ്പം നൈറ്റ് ടൈമിൽ ചോറ് കഴിക്കുവാണെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ഷുഗർ കൂടും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കും. ഈ പ്രഗ്നൻസി ടൈമിലൊക്കെ ഫാമിലി, ഫ്രണ്ട്സൊക്കെ നമ്മളടുത്ത് ചില ഫുഡുകൾ കഴിക്കേണ്ടെന്നൊക്കെ പറയും. ഈ പപ്പായ, പൈനാപ്പിൾ പോലെയുള്ള ഫുഡൊക്കെ. ഇതൊക്കെ പ്രഗ്നൻസിയിലേക്ക് ശരിക്കും ദോഷം ചെയ്യുന്നുണ്ടോ? നമ്മുടെ ലിറ്ററേച്ചറിൽ, ബുക്കുകളിലൊന്നും ഇങ്ങനെ കഴിക്കരുതെന്നൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ പഴയ ആൾക്കാർ ഇങ്ങനെ കഴിക്കണ്ടെന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ കഴിക്കണ്ടെന്ന് തന്നെ പറയും. അല്ലാതെ ഒരു ഡെഫിനറ്റായിട്ട് പ്രൂവ്ഡ് ഒരു ഇതില്ല, ഒരു സ്റ്റഡി ആയിട്ടൊന്നുമില്ല ഇങ്ങനെ കഴിക്കരുത് എന്നുള്ളത്. ഓക്കെ. മാമിൻ്റെ അഭിപ്രായത്തിൽ പ്രഗ്നൻസി ലേഡീസ് നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? പ്രശ്നങ്ങൾ ഇപ്പോൾ ഇനിഷ്യൽ ഒരു ആദ്യത്തെ മാസങ്ങളിലൊക്കെ ആണെങ്കിൽ ഈ ഛർദി ആയിരിക്കും, ചിലപ്പോൾ ഗ്യാസ് കയറി ഛർദ്ദിക്കാനുള്ളൊരു തോന്നലായിരിക്കാം. അതൊരു 12-13 ആഴ്ച ആകുമ്പോഴത്തേക്കും യൂഷ്വലി അത് സബ്സൈഡ് ചെയ്യും. ചിലർക്ക് ത്രൂ ഔട്ട് പ്രഗ്നൻസി അങ്ങനെ കാണാറുണ്ട്. അത് നോർമൽ ഒരു കാര്യമാണ്, നമ്മുടെ പ്രഗ്നൻസി ഹോർമോൺസൊക്കെ കാരണം ഉണ്ടാകുന്നൊരു കാര്യമാണ്. പിന്നെ ഉണ്ടാകുന്നത് ക്ഷീണമായിരിക്കാം. അത് നമ്മുടെ ന്യൂട്രീഷൻ ഡിമാൻഡ് നമ്മുടെ ബോഡിയിൽ കൂടിയിട്ടാണ്. സാധാരണ നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്നതിൽ അല്ലാത്ത സമയത്ത് വെച്ച് നോക്കുമ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന നമ്മുടെ ഡിമാൻഡ്സ് കൂടുതലാണ് ന്യൂട്രീഷൻ്റെ. അപ്പോൾ അത് കാരണം നമുക്കൊരു ക്ഷീണം പോലെ തോന്നാറുണ്ട്. പിന്നെ എപ്പോഴും മൂത്രം ഒഴിക്കാൻ തോന്നുന്നൊരു ടെൻഡൻസി ഉണ്ടാവും. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞ് മറ്റേ യൂട്രസിനകത്ത് ഇരിക്കുന്നു, യൂട്രസിന് തൊട്ട് മുന്നിലാണ് നമ്മുടെ മൂത്രസഞ്ചി ഇരിക്കുന്നത്. അത് വലുതാവും തോറും ഈ നമ്മുടെ യൂട്രസ് പോയിട്ട് മൂത്രസഞ്ചിയിൽ പോയിട്ട് തള്ളും. അപ്പോൾ തള്ളുമ്പോഴത്തേക്കും ഇങ്ങനെ ചുമയ്ക്കുമ്പോഴും ചിരിക്കുമ്പോഴും ഒക്കെ 1-2 തുള്ളി വെച്ചിട്ട് യൂറിൻ പോകും. അതൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും ഈ പ്രഗ്നൻറ്റ് ലേഡീസിന്. പിന്നെ നടുവേദന ഉണ്ടാവും, കാല് കഴിച്ചിട്ടുള്ളൊരു വേദനയൊക്കെ ചിലർക്ക് കാണാറുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ യൂട്രസ് വലുതാവും തോറും യൂട്രസിനെ സപ്പോർട്ട് ചെയ്ത് വെച്ചേക്കുന്ന കുറച്ച് ലിഗമെൻറ്റ്സ് ഉണ്ട്. ആ ലിഗമെൻറ്റ്സ് ഒക്കെ ഒന്ന് വലിയും തോറും നമുക്കൊരു നടുവിനൊക്കെ ഒരു പെയിൻ പോലെ തോന്നാറുണ്ട്. പിന്നെ പ്രഗ്നൻസിയിൽ നോർമലി ഫിസിയോളജിക്കലി തന്നെ ഒരു ഫ്ലൂയിഡ് റിട്ടൻഷൻ ഉണ്ടാവും. നമ്മുടെ ശരീരത്തിലെ വെള്ളത്തിൻ്റെ അംശം ഇച്ചിരി കൂടുതലായിരിക്കും. അപ്പോൾ ഈ കാലുകളിലൊക്കെ കുറച്ച് ഒരു നീര് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചിലർക്ക് കുറച്ച് മൊത്തത്തിലൊരു നീര് വെച്ചിരിക്കുന്ന പോലെ തോന്നും. ചിലർ പറയും ഡോക്ടറെ ഞാൻ വണ്ണം വെച്ചിട്ടില്ല, പക്ഷേ എൻ്റെ മോതിരമൊക്കെ അങ്ങ് ടൈറ്റ് ആവണമെന്ന് പറയും. അത് ഫ്ലൂയിഡ് റിട്ടൻഷൻ കൊണ്ടാണ്. അത് നോർമൽ ഒരു ഫിസിയോളജിക്കൽ ചേഞ്ചസ് ആണ്. പിന്നെ ബോഡി സ്ട്രെച്ച് മാർക്സ്, ചിലർക്ക് ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ഒക്കെ ആകുമ്പോഴത്തേക്കും സ്ട്രെച്ച് മാർക്സ് വരുന്നതൊക്കെ ഭയങ്കരമായിട്ടൊരു ആൻസൈറ്റി ഉണ്ടാകും, ഒരു വിഷമം പോലെ ഉണ്ടാക്കും. പിന്നെ ചിലർ ഭയങ്കരമായിട്ട് വണ്ണം വെക്കുമ്പോഴത്തേക്കും നമ്മുടെ ബോഡി ആ ഷേപ്പൊക്കെ പോകുന്ന പോലെയൊക്കെ ഒരു ഫീല് വരാം. പിന്നെ പ്രഗ്നൻസി അങ്ങ് അഡ്വാൻസ് ചെയ്ത് വരുമ്പോഴത്തേക്കും അടിവയറിലൊരു വെയിറ്റ് പോലെ തോന്നുന്നു, എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, പെട്ടെന്ന് ക്ഷീണം വരുന്നു, അങ്ങനത്തെ കംപ്ലയിൻസ് ഒക്കെയാണ് യൂഷ്വലി ഇവർ പറയാറ്. ഈ പ്രഗ്നൻസി ടൈമിൽ ലേഡീസിന് പൊതുവേ ടെൻഷൻ ഉണ്ടാവാറുണ്ട്. ഇപ്പം മാം പറഞ്ഞ പോലെ ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ആ ഒരു കാരണം കൊണ്ട് ടെൻഷൻ വരാം, ഡെലിവറിനെ കുറിച്ചുള്ള ടെൻഷൻ വരാം, ഫാമിലിയിൽ എന്തെങ്കിലും മാറ്റേഴ്സ് ഉണ്ടെങ്കിൽ ടെൻഷൻ വരാം. ഇതൊക്കെ ഡെലിവറീനെ നമ്മൾ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ?
ഉണ്ട്. കാരണം ഇവർ ഇപ്പോൾ ഒരു ആദ്യമായിട്ട് പ്രഗ്നൻ്റ് ആവുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവർക്ക് എന്താ സംഭവിക്കുന്നതെന്ന് അറിയണ്ടാവില്ല. എന്താണ് ഈ ലേബറിലോട്ട് പോവുക, എല്ലാവരും പറയുന്നുണ്ടാവും അയ്യോ ലേബറും അത് പേടിയ സ്വപ്നമാണ്, ഇങ്ങനെയൊക്കെയുള്ള കഥകളായിരിക്കും അവിടെ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ ആൻറ്റിനേറ്റലി ഈ പ്രഗ്നൻസി ആയി നമ്മളടുത്ത് വരുമ്പോൾ തന്നെ നമ്മൾ ചെറിയ ചെറിയ ക്ലാസ്സസ് വെക്കും. എന്താണ് നമുക്ക് സംഭവിക്കുന്നത്, എന്തിലോട്ടാണ് നമ്മൾ പോകുന്നത്, ലേബർ റൂമിൽ എന്താണ് സംഭവിക്കുന്നത്, എന്തൊക്കെ നമ്മൾ ചെയ്യും, ഇതൊക്കെ നോർമലി ഉണ്ടാകുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണ്ട, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒരു ക്ലാസ്സസ് ഒരു നോളേജ് നമ്മൾ ഷെയർ ചെയ്യും. പിന്നെ ഇവർ ഫ്രീ ആയിട്ടൊരു ഡോക്ടറോട് സംസാരിക്കും. ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ കണ്ടുവരുന്നത് വെച്ചാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് അപ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് പല കാര്യങ്ങളും അതിൽ വരും. ശരിയായിരിക്കാം, ചിലപ്പോൾ തെറ്റായിരിക്കാം, പല കാര്യങ്ങളും വരും. അപ്പോൾ ഒരു ഡോക്ടറോട് സംസാരിക്കുമ്പോഴേ അതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കുള്ളൂ. മാം പറഞ്ഞ പോലെ പലരും ഇപ്പോൾ ഗൂഗിൾ ചെയ്തിട്ടൊക്കെയാണ് ഡയഗ്നോസിസ് ഒക്കെ ചെയ്യുന്നത്. നമുക്ക് എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടായാൽ അപ്പോൾ തന്നെ ഗൂഗിൾ ചെയ്ത് അത് റെഫർ ഔട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് കറക്റ്റ് ഒരു ഡയഗ്നോസിസ് ആവുന്നുണ്ടോ? ഗൂഗിൾ തെറ്റാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഗൂഗിൾ പല കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഒരു ഗൈനക്കോളജിസ്റ്റിനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടും. അത് ശരിയാണോ തെറ്റാണോ അങ്ങനെ സംഭവിക്കാമെന്നുള്ളൊരു ആൻസർ കിട്ടും. അപ്പോൾ ബെറ്റർ എപ്പോഴും ഗൂഗിൾ ചെയ്ത് നോക്കുന്നതിന് നല്ലത് ഡയറക്റ്റ് നിങ്ങൾ ഡോക്ടറോട് തന്നെ ചോദിക്കുന്നതായിരിക്കും. ആഫ്റ്റർ പ്രഗ്നൻസി ലേഡീസിന് കുറേ പ്രശ്നങ്ങൾ വരാറുണ്ട്. ഇപ്പോൾ എക്സസൈസ് ഒക്കെ അവർ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് ഒരു പരിധി വരെ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണോ? ആഫ്റ്റർ പ്രഗ്നൻസി ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഒന്നായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അത് ഇപ്പോൾ ചിലർക്ക് ബ്രസ്റ്റ് മിൽക്ക് വരുന്നില്ല എന്നുള്ളതായിരിക്കും അവരുടെ കംപ്ലയിൻറ്റ്. അപ്പോൾ അതെന്ന് വെച്ചാൽ നോർമൽ ഡെലിവറി ആണെങ്കിൽ അതൊരു 2-3 ദിവസം എടുക്കും ചെറുതായിട്ടൊക്കെ ഒന്ന് വന്ന് തുടങ്ങാനായിട്ട്. അപ്പോൾ ആ ഡെലിവറി ആദ്യം ഒരു ഡ്രോപ്പ് പോലെ വരുള്ളൂ, ഒരു മഞ്ഞ കളറിൽ ഒരു ഡ്രോപ്പ് പോലെ വരുള്ളൂ, അത്ര വന്നാൽ മതി. അപ്പോൾ അത് വന്നു കഴിഞ്ഞ് കുഞ്ഞിനെ ചവപ്പിച്ച് നമ്മൾ നല്ല ഹൈഡ്രേറ്റ് ഒക്കെ ചെയ്തിരിക്കുമ്പോഴത്തേക്കും വിത്തിൻ ഡേയ്സ് പാല് വന്നോളും. പിന്നെ സിസേറിയൻ സെക്ഷൻ ആണെങ്കിൽ ഒരു 4-5 ദിവസമൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ അതാണെങ്കിൽ ഈ സ്റ്റിമുലേഷൻ നമ്മൾ കുഞ്ഞിനെ നമ്മൾ പാല് ഊട്ടുമ്പോൾ ഒരു നിപ്പിൾ സ്റ്റിമുലേഷൻ വന്നിട്ട് ആ ഒരു പ്രോസസ്സ് അങ്ങ് നടന്നോളും. അപ്പോൾ പാല് കുറവാണ് ഡോക്ടറെ, അപ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും ഫോർമുല ഫീഡ് കലക്കി കൊടുക്കണ്ടേ എന്നൊക്കെ ഉള്ളതാണ്, ആൻസൈറ്റിയാണ് കൂടുതൽ. അപ്പോൾ കുഞ്ഞിന് വിശന്നിട്ടായിരിക്കും കരയുന്നത് അങ്ങനെ. അപ്പോൾ ഇനിഷ്യൽ കുറച്ച് ദിവസം ഈ അമ്മയ്ക്ക് വരുന്ന പാലൊക്കെ തന്നെ ആവശ്യം വരുള്ളൂ കുഞ്ഞിന്. പിന്നെ വരുന്നൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇവർ റെസ്റ്റ് എടുക്കും. ഒക്കെ ഒരു 40-45 ഡേയ്സ് നമ്മൾ റെസ്റ്റ് പറയും. കാരണം ഇത്രയും യൂട്രസ് ഇത്രയും വലുതായിട്ട് ആ നോർമൽ സൈസിലോട്ട് വരാനായിട്ട് കുറച്ച് ആഴ്ചകളെടുക്കും. അത് കഴിഞ്ഞിട്ട് ഈ നോർമൽ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു പെൽവിസിൻ്റെ മസിൽസ് കുറച്ച് ആ ടോണൊക്കെ ഇച്ചിരി കുറവായിരിക്കും. അപ്പോൾ ഈ പോസ്റ്റ് നൈറ്റിൽ എക്സസൈസസ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. അപ്പോൾ ഈ എക്സസൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ പെൽവിക് ഫ്ലോർ മസിൽസ് എന്ന് പറയും അതിനെ, ആ പെൽവിക് ഫ്ലോർ മസിൽസിനൊക്കെ ആ ടോണൊക്കെ നന്നായി കുറച്ച് സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ ഈ ചിലർ വെച്ചിട്ടുണ്ടാവും ഈ യൂട്രസ് ഇറങ്ങി വരുന്നു, അല്ലെങ്കിൽ മൂത്രസഞ്ചി ഇറങ്ങി വരുന്നു, ഡെലിവറി ചെയ്യേണ്ടത് ഡിഫിക്കൽട്ട് ഡെലിവറി ആയിരുന്നു അതുകൊണ്ടാണെന്നൊക്കെ പറയും. അപ്പോൾ അത് ഈ എക്സസൈസ് കൊണ്ട് കുറേയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും. പിന്നെ പോസ്റ്റ്നേറ്റലി ഇപ്പോൾ കുറേയും കൂടി റിലവൻ്റ് ആയിട്ട് വരുന്ന പോസ്റ്റ് പാർട്ടം ഡിപ്രഷനാണ്. അത് യൂഷ്വലി കുറേ പേർക്കൊക്കെ ഒരു പോസ്റ്റ്മോർട്ടം ബ്ലൂസ് എന്ന് പറയുന്നൊരു കണ്ടീഷൻ ഉണ്ടാകും. ബ്ലൂസ് എന്ന് പറയുന്നത് 2 ആഴ്ച കൊണ്ട് അത് തന്നെ അങ്ങ് ശരിയാവും. അത് പെട്ടെന്നൊരു ഒരു വേൾഡിലോട്ട് പോവുകയാണ്. പെട്ടെന്നൊരു കുഞ്ഞ് വരുന്നു, ആ കുഞ്ഞിൻ്റെ അമ്മയാണ്, അതിനെ നോക്കണം, അതിൻ്റെ ഒരു ആൻസൈറ്റി കാരണം നമുക്ക് ഭയങ്കരമായിട്ടൊരു പേടിയോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നും. അങ്ങനെയാണെങ്കിൽ ഒരു 2 ആഴ്ച കൊണ്ടത് സെറ്റിലാവും. പിന്നെ വരുന്നത് പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞതായിരിക്കും. അത് യൂഷ്വലി എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസോ അല്ലെങ്കിൽ ലാക്ക് ഓഫ് സപ്പോർട്ടോ ഒക്കെ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ എന്തെങ്കിലും ഇനിഷ്യലി അതിൻ്റെ സിംറ്റംസ് ഒക്കെ തോന്നുവാണെങ്കിൽ അപ്പം തന്നെ കൗൺസിലിങ്ങും ഒരു സൈക്കോളജി ഒരു കൺസൾട്ടേഷനൊക്കെ ചെയ്തിട്ട് ഫോളോ അപ്പിലൂടെ ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ പോസ്റ്റ്നേറ്റൽ സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. ഈ ചിലരിൽ പ്രഗ്നൻസിക്ക് ശേഷം കുട്ടിക്ക് കൊടുക്കാനുള്ള പാലിൻ്റെ അളവ് കുറവാണെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ടായാലും ഈ ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ടാണോ ഇതൊന്നും നമുക്കറിയില്ല. കറക്റ്റ് അവളും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഫോർമുല ഫീഡിലേക്കാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഒന്ന് നമ്മുടെ ആൻസൈറ്റി ആയിരിക്കും. കാരണം ആദ്യത്തെ ഒരു ഇനിഷ്യൽ ഒരു ഡേയ്സ് പാലിച്ചിട്ട് കുറവായിരിക്കും, അത് കുഞ്ഞിന് തികയില്ല എന്നൊക്കെ ഉള്ളൊരു ചിന്ത കൊണ്ടാകാം. അപ്പോൾ സ്വയം ഇങ്ങനെ ഡിമാൻഡ് ചെയ്തിട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ അതിന് കുറച്ച് ടൈം എടുക്കും. ചിലർക്ക് ഇച്ചിരി ഒരു ഗ്രോത്ത് കുറവ് സ്ട്രെസ്സ് കൊണ്ടായിരിക്കാം. ഓക്കെ, സ്ട്രെസ്സ് വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ അമ്മ എന്തെങ്കിലും ടെൻഷനിലാണ് അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ് ഉണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ സ്ട്രെസ്സ് കാരണം ഈ ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷൻ ഇച്ചിരി കുറവായിരിക്കും. പിന്നെ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ആകാം.
ചില ഗുളികകൾ കാരണം ഇങ്ങനെ പാല് വരാണ്ടിരിക്കാം, ഹോർമോണൽ ഗുളികകളൊക്കെ കഴിക്കുന്നവരൊക്കെയാണ് ഓൾറെഡി കഴിച്ചുകൊണ്ടിരിക്കുന്നത്, അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ. പിന്നെ ഡീഹൈഡ്രേഷൻ കൊണ്ടായിരിക്കാം, ഇതിനിടയ്ക്ക് ഒരു സ്റ്റിമുലേഷൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. കാരണം ഒരു ടൈം എടുക്കട്ടെ. അപ്പം നിപ്പിൾ അതൊരു ഫിസിയോളജിക്കൽ പ്രോസസ്സാണ്. നമ്മൾ നിപ്പിളിൽ സക്ക് ചെയ്യുന്നു, അതിൻ്റെ സിഗ്നൽസ് ബ്രെയിനിൽ പോകുന്നു, ബ്രെയിനിൽ നിന്ന് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അതൊരു പാത്വേ ഉണ്ട്. അപ്പോൾ അതൊന്നും നടക്കാനുള്ളൊരു ക്ഷമ ഇവർ കാണിക്കുന്നില്ല. പിന്നെ ചില കണ്ടീഷൻസ് ഉണ്ട്, അമ്മ ക്രിട്ടിക്കലി ഇല്ലാണ്, ഡെലിവറി ആയിട്ടൊരു കോംപ്ലിക്കേഷൻ ആയിട്ട് ICUലാണ്, ഫീഡ് ചെയ്യാൻ പറ്റാത്തൊരു രീതിയിലാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫോർമുല ഫീഡൊക്കെ കൊടുക്കുന്ന കണ്ടീഷൻസും ഉണ്ട്. പക്ഷേ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കണം, ഇതിന് കുറച്ച് ടൈം എടുക്കും. ഈ ബ്രസ്റ്റ് മിൽക്ക് കുറവാണെങ്കിൽ നമുക്കത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ എന്തെങ്കിലും മാർഗ്ഗങ്ങളുണ്ടോ? എന്തെങ്കിലും ഫുഡിൽ ആഡ് ചെയ്യേണ്ടതോ? നല്ലൊരു ഹെൽത്തി ഫുഡ് കഴിക്കുക, ഹൈഡ്രേറ്റ് ഇരിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, ഈ പറയുന്ന നിപ്പിൾ സ്റ്റിമുലേഷൻ ഇതുകൊണ്ടൊക്കെ തന്നെ കുറേയൊക്കെ അങ്ങ് പാല് വന്നോളും. പിന്നെ ഇത് ആക്സിലറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് മരുന്നുകൾ ഞങ്ങൾ കൊടുക്കും, ഒക്കെ ആകുമ്പോഴത്തേക്ക് അങ്ങ് വന്നോളും. കുറച്ച് നാൾ മുൻപ് വരെ പ്രഗ്നൻ്റ് ആവുക എന്ന് പറഞ്ഞത് ഒരു ലേഡിയുടെ മാത്രം ഉത്തരവാദിത്തമായിരുന്നു. ഹസ്ബൻഡൊക്കെ ചിലപ്പോൾ ഇതിനെപ്പറ്റി അവെയർ അല്ലാത്തതുകൊണ്ടായിരിക്കാം ഇപ്പോൾ നമ്മൾ കൗൺസിലിംഗ് ജസ്റ്റ് ഫസ്റ്റ് വരുന്ന കൺസൾട്ടിങ് തൊട്ട് ഇപ്പോൾ ഈവൻ ഒരു ഡെലിവറി ടൈം വരെ നമുക്ക് ഹസ്ബൻഡിനെ കൂടെ കൊണ്ടുപോവാം എന്നുള്ള രീതിയിൽ പല ഹോസ്പിറ്റൽസും മാറിയിട്ടുണ്ട്. മാമിൻ്റെ അഭിപ്രായത്തിൽ എന്ത് തോന്നുന്നു? നമുക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാട് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് മാറിയിട്ടുണ്ടോ? അത് നല്ലൊരു കാഴ്ചപ്പാടിലോട്ടാണ് അത് വന്നേക്കുന്നത്. കാരണം പ്രഗ്നൻസി മുതൽ എല്ലാ വിസിറ്റിലും ഹസ്ബൻഡിൻ്റെ കൂടെ ആ ഒരു പ്രഗ്നൻ്റ് ലേഡി വരുമ്പോഴത്തേക്ക് അവർക്കൊരു ഇമോഷണൽ സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ ഈ ഹസ്ബൻഡിനും വൈഫിനും അത് ക്ലിയർലി പ്രഗ്നൻസി എങ്ങനെയാണ് പോകുന്നതെന്നുള്ളൊരു ധാരണ ഉണ്ടാവും. കുറച്ചും കൂടെ ഒരു കെയർ കിട്ടുന്ന പോലെ അല്ല, കെയർ ഉണ്ട്. കെയർ ഉള്ളപ്പോൾ അവരും ഭയങ്കര ഒരു മെൻ്റലി ഭയങ്കര ഹാപ്പി ആയിരിക്കും പ്രഗ്നൻറ്റ് ലേഡീസ്. പിന്നെ ഡെലിവറി ടൈമിലാണെങ്കിലും ഒരു ഇമോഷണൽ സപ്പോർട്ട് അല്ലെങ്കിൽ ഫിസിക്കൽ സപ്പോർട്ട് ഒരു ഹസ്ബൻഡ് കൊടുക്കുമ്പോൾ അത് ഭയങ്കര ഒരു റിലാക്സിങ് ആയിരിക്കും. ലേബർ എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൾട്ട് ഒരു വേ ആണ്, ഒരു ടൈമാണ്. അപ്പോൾ അതിലൊരു ഹസ്ബൻഡ് സപ്പോർട്ട് കിട്ടുമ്പോൾ അത് വളരെ നല്ലൊരു കാര്യമാണ്. മാമിൻ്റെ അടുത്ത് കൺസൾട്ടിങ്ങിന് വേണ്ടി സാൻജോ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന് ഹസ്ബൻഡും വൈഫും ഒരുമിച്ചിരുന്നൊരു കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? യെസ്, ഷുവറായിട്ടും ഉണ്ട്. കാരണം അവർ വരുമ്പോൾ മുതൽ ഞാൻ യൂഷ്വലി എല്ലാ വിസിറ്റിലും വിത്ത് ഹസ്ബൻഡ് വരണം എന്നാണ് പറയാറ്. പിന്നെ ഈ പ്രഗ്നൻ്റ് ലേഡിക്കായാലും ഈ കൂടെ വരുന്ന ഹസ്ബൻഡിനായാലും എല്ലാം ക്ലിയറായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയാണ് വിടുന്നത്. ഞാൻ എന്തായാലും ചോദിക്കും, മനസ്സിലായോ? അത് പ്രഗ്നൻ്റ് ലേഡിയോട് മാത്രമല്ല, നമ്മൾ ഹസ്ബൻഡിനോടും ചോദിക്കും. എല്ലാം ക്ലിയറായിട്ട് തന്നെയാണ് പോകുന്നത്. അതാണ് സാൻജോയിൽ വരുമ്പോഴത്തേക്ക് ഫുൾ ഒരു ഫാമിലിക്കും എല്ലാവർക്കും ഒരു പല പല തിങ്കിങ് ഉള്ള അല്ലെങ്കിൽ പല പല കാര്യങ്ങളിലൂടെ പോകുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഒരു കാര്യം ഒരാൾക്ക് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ബാക്കിയുള്ളവർക്കായിരിക്കും ഡൗട്ട്സ്. ഇപ്പോൾ പ്രഗ്നൻ്റ് ലേഡിയുടെ അമ്മയ്ക്കായിരിക്കും ഡൗട്ട്, ആരാണ് കൂടെ വരുന്നത് അവർക്കായിരിക്കും. അപ്പോൾ അവരോടും കൂടെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ എങ്ങനെയാണ് പോകുന്നത്, ഇപ്പോൾ എങ്ങനെയാണ് അവരുടെ സ്ഥിതി, എങ്ങനെയൊക്കെ പോകാൻ സാധ്യതയുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എല്ലാം ഈ പ്രഗ്നൻ്റ് ലേഡീനെയും ഹസ്ബൻഡിനെയും ചിലപ്പോൾ കൂടെ വരുന്നൊരു ഹസ്ബൻഡിൻ്റെ അമ്മയോ അല്ലെങ്കിൽ ഈ ലേഡിയുടെ അമ്മയോ ഒക്കെ ഉണ്ടാവും. അവരോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് വിടുന്നത്. മാമിൻ്റെ ഈ ഒരു പ്രൊഫഷനിൽ ഏറ്റവും ഒരു ഹാപ്പി മൊമെൻ്റാണ് നമ്മുടെ കയ്യിലൊരു കുഞ്ഞിനെ കിട്ടുക എന്നുള്ളത്. ഇപ്പോൾ പല ഡെലിവറീസും മാം നടത്തിയിട്ടുണ്ടാവും. ആ ഒരു എക്സ്പീരിയൻസ് മാമിനൊന്ന് ഷെയർ ചെയ്യാമോ? നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസ് ഇനിഷ്യലി കാണിക്കുന്നതായിരിക്കും. അതുപോലെ ഒരു പ്രഗ്നൻ്റ് ലേഡി വരുന്നു, അവരുടെ ഹസ്ബൻഡ് വരുന്നു, അവരുടെ ഫാമിലി വരുന്നു, ഇങ്ങനെ എല്ലാ വിസിറ്റ്സിലും വരുമ്പോഴത്തേക്കും നമുക്കും അതിനോടൊരു ബോണ്ട് വരുന്നുണ്ട്. ഇവർ പ്രഗ്നൻ്റ് ആകുമ്പോൾ ഇവരൊരു ഡ്രീം ഉണ്ടാവും, എൻ്റെ കുഞ്ഞിങ്ങനെ വളർന്നു വരും, എനിക്കിങ്ങനെ ഡെലിവറി ചെയ്ത് ഇങ്ങനെ ഒരു കിട്ടും എന്നൊക്കെയുള്ളൊരു ഡ്രീം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഞങ്ങൾക്കും ഉണ്ട്. ഞങ്ങളും ഇതുപോലെ നോക്കി വളർത്തി കൊണ്ടുവരുന്നതാണ്. അത് ഒരു കുഴപ്പമില്ലാണ്ട് പ്രസവിച്ച് കുഞ്ഞിനെ കൈ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ഒരു ഹാപ്പിനെസ് തന്നെയാണ്. ആ കുഞ്ഞിനെ നമ്മളെ ഈ അമ്മയുടെ കയ്യിലോട്ട് കൊടുക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു ഇമോഷണൽ ഒരു ബ്രേക്ക് ഡൗണോ അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഡൗൺ ഞാൻ ഉദ്ദേശിച്ചത് ഒരു കരച്ചിലായിരിക്കും, സന്തോഷം കൊണ്ട് കരയുക എന്നൊക്കെ പറയില്ല. അപ്പോൾ ആ ഒരു മൊമെൻറ്റ് കാണുമ്പോൾ ഞങ്ങൾക്കും വളരെയധികം ഒരു സന്തോഷമാണ്. കാരണം നമ്മൾ ഇത്രയും നോക്കി 9 മാസം നോക്കി കൊണ്ടുവന്ന് കുഞ്ഞും അമ്മയും സേഫാന്ന് അറിയുമ്പോഴത്തേക്കും ഒരു ഗൈനക്കോളജിസ്റ്റ് എന്നുള്ള നിലയിൽ വളരെയധികം ഒരു ഹാപ്പി മൊമെൻ്റാണത്. ഇനിയും പുതിയതായ അമ്മമാരാവുന്നവർക്ക് മാം കൊടുക്കുന്ന ടിപ്സ് എന്തായിരിക്കും? അവരെന്തൊക്കെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രഗ്നൻസിയിലായാലും ഇനി പ്രഗ്നൻസിയിലോട്ട് കിടക്കുമ്പോഴായാലും അവർ ചിന്തിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു പ്ലാൻഡ് പ്രഗ്നൻസി ആണെങ്കിൽ എപ്പോഴും നമ്മുടെ ഒരു ബേസിക് ഹെൽത്ത് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും, ഒന്ന് സ്ക്രീൻ ചെയ്യുന്നത്. ഇപ്പോൾ ചിലർക്ക് അറിയണ്ടാവില്ല, ഇപ്പോൾ ഷുഗറുള്ള ആളായിരിക്കാം, പക്ഷേ അൺഡിറ്റക്റ്റഡായി പോകും. അപ്പോൾ പ്രഗ്നൻ്റായി വന്നു കഴിഞ്ഞിട്ട് ഷുഗർ കണ്ടുപിടിക്കുന്നതിലും നല്ലത് പ്രഗ്നൻ്റ് ആവുന്നതിന് മുന്നേ തന്നെ ഇപ്പം എൻ്റെ ബ്ലഡ് ഷുഗേഴ്സ് എങ്ങനെയാണ്, BP എങ്ങനെ പോകുന്നു, വൈറ്റമിൻ ലെവൽസൊക്കെ എങ്ങനെ പോകുന്നു, ഹൈറ്റ് വെയിറ്റ് എല്ലാം ഓക്കെ അല്ലേ
എന്നൊക്കെ ഒന്ന് ഒരു സ്ക്രീൻ ചെയ്തിട്ട് ഒരു പ്രീ കൺസെപ്ഷനലി നമ്മൾ പ്രഗ്നൻ്റ് ആവുന്നതിന് ഒരു 3 മാസം മുന്നേ ഫോളിക് ആസിഡ് എന്ന് പറഞ്ഞൊരു വൈറ്റമിൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ പ്ലാൻഡ് ആയിട്ട് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതിന് വേണ്ടി എന്തായാലും പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന ഒരാൾ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് പോകുന്നത് നല്ലത്. കറക്റ്റ് ഇത് പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഈ പ്രീ പ്ലാൻ ചെയ്ത് വരുന്നവർ മാമിന് കൺസൾട്ടിംഗ് ആയിട്ട് വരുന്നുണ്ടോ? അതായത് പേഷ്യൻസ് കൺസീവ് ചെയ്യാൻ പ്രിപ്പയർ ആവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ റുട്ടീൻസ് നോക്കണം, ചെക്കപ്പ് ചെയ്യണം എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടി വരുന്ന പേഷ്യൻസ് ഉണ്ടോ? തീർച്ചയായും വരുന്നുണ്ട്. പണ്ട് കാലത്ത് വരില്ലായിരുന്നു. പണ്ട് കാലത്ത് എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ നമ്മൾ പഠിക്കുമ്പോഴൊന്നും അങ്ങനെ വരുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ കുറച്ച് എഡ്യൂക്കേറ്റഡാണ്, ഇതിനെക്കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ അടുത്ത് വന്ന് കൺസൾട്ട് ചെയ്ത് എന്തെങ്കിലും ടാബ്ലറ്റ് കഴിക്കണോ ഡോക്ടറെ, അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കണോ എന്ന് പറഞ്ഞ് വരുന്നവർ കുറേ പേരുണ്ട്. ഇന്നത്തെ സെക്ഷൻ ഇവിടെ തീരുമ്പോൾ എൻ്റെ പല സംശയങ്ങൾക്കും ഒരു ക്ലാരിറ്റി കിട്ടി. ഇത്ര നേരം എൻ്റെ ക്വസ്റ്റ്യൻസിനോട് സഹകരിച്ച മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു.